ഹലോ, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഡേറ്റ്സ് ഫ്രിറ്റേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴംപൊരി എല്ലാവരും കഴിച്ചു കാണുമല്ലോ. പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഈന്തപ്പഴം പൊരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈന്തപ്പഴമാണ് ഉപയോഗിക്കുന്നത്. മൈദ ഇത് വറക്കുവാനായി ഉപയോഗിച്ചിട്ടില്ല. വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ ഈ ഹെൽത്തിയസ്റ്റ് ഈവനിങ് സ്നാക്ക് കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണും അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ഡേറ്റ്സ് ഫ്രിറ്റേഴ്സിനായി 20 ഈന്തപ്പഴവും 20 കാഷ്യൂനട്ട്സും എടുക്കുന്നുണ്ട്. പാക്കറ്റ് ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബാറ്റർ തയ്യാറാക്കുവാനായി 1/2 കപ്പ് ഗോതമ്പ് പൊടി, 3/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ എടുക്കുക. മാവ് കുഴയ്ക്കുവാൻ ആവശ്യത്തിന് വെള്ളവും ഫ്രൈ ചെയ്യുവാനുള്ള എണ്ണയും എടുക്കുക. ബാറ്റർ ഉണ്ടാക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറേശ്ശെയായി വെള്ളം ചേർക്കുക. ഡേറ്റ്സ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ബാറ്റർ എന്തായാലും അധികം കാണും. ഏത്തപ്പഴമുണ്ടെങ്കിൽ വേണമെങ്കിൽ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാം. ദോശമാവിൻ്റെ കൂടെയും ചേർക്കാവുന്നതാണ്. മാവിൻ്റെ കൺസിസ്റ്റൻസി അധികം ലൂസ് ആകരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുക. ഈന്തപ്പഴം ഇതുപോലെ നീളത്തിൽ പിളർന്ന് അതിലെ കുരു കളയുക. കുരു കളയുമ്പോൾ ഈന്തപ്പഴം രണ്ടായി പിളർന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് കാഷ്യൂനട്ട് ഫില്ലിംഗ് വയ്ക്കുക. 2 സൈഡ്സും ഒന്ന് അമർത്തി യോജിപ്പിക്കുക. സൈഡ്സ് അകന്നു പോകാതിരിക്കാൻ ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഡേറ്റ്സ് ഫില്ലിംഗ് റെഡിയായി. ഡേറ്റ്സ് മാവിൽ മുക്കി 15 മിനിറ്റ് വയ്ക്കുക. പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഈന്തപ്പഴം ഇടുക. ഡീപ്പ് ഫ്രൈ ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഈന്തപ്പഴത്തിൻ്റെ 2 വശവും ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡ്സും ഫ്രൈ ആയി കഴിയുമ്പോൾ വറുത്ത് കോരുക. കുറേശ്ശെയായി ബാക്കി ഈന്തപ്പഴവും ഫ്രൈ ചെയ്തെടുക്കുക. എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈ ഹെൽത്തി ഈവനിങ് സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.